ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വിറകടുപ്പിലൊരു ചിക്കൻ കറി വെച്ചാലോ. നമുക്ക് ആദ്യമായിട്ട് അതിനകത്തോട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേന് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഉലുവയും കടുകും കൂടെ കിടന്ന് ഒന്ന് പൊട്ടി ചെറുതായിട്ട് ആ ഉലുവ ഒന്ന് മൂത്ത് കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ചെറിയ വലുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ചട്ടുകം എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി ചെറുതായി ഒന്ന് കളർ മാറാൻ തുടങ്ങുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കൊടുത്ത് കളറൊന്ന് മാറാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി പേസ്റ്റൊന്നും വേണ്ട, നമ്മളുടെ ചതച്ച വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് കളർ മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ കളർ മാറാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒരു 3-4 വറ്റൽമുളകും നല്ല നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ട് ഒന്ന് നടുക്കൂടെ കീറിയിട്ടുണ്ട്. ആ ചെറിയ ഉള്ളി അപ്പോൾ അതാകുമ്പോൾ വെന്തങ്ങ് കുഴയും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ചെറിയ ഉള്ളിയും നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും തേങ്ങാക്കുത്തും കറിവേപ്പിലയും വറ്റൽമുളകും ഉലുവയും കടുകും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് ചെറുതായിട്ടൊന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി, ഒരുപാട് വെളിച്ചെണ്ണയിലൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം അത്രയേ ഉള്ളൂ. നമുക്കതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാ സ്ഥലത്തും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കാരണം ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സവാള ചെറിയുള്ളി ഒന്ന് വഴലാൻ വേണ്ടിയിട്ടുള്ള ഉപ്പേ ഞാൻ ഇടുന്നുള്ളൂ. ഞാൻ ചിക്കനകത്ത് ഉപ്പിട്ട് പുരട്ടി വെച്ചേക്കാണ്. സവാള ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് മസാലപ്പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു, ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ കുറച്ച് മുളക് പൊടി, അത് എൻ്റെ എരിക്കനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത്, നിങ്ങളുടെ എരിക്ക് നിങ്ങൾ ചേർക്കുക. പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്തു, കുറുകാൻ ആവശ്യത്തിന് മല്ലിപ്പൊടി. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് അടുത്തത് ചേർക്കാൻ പോകുന്നത്. കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് തന്നെ ഞാൻ മസാല ചേർത്ത് തന്നെ ചിക്കൻ ഇളക്കി വെച്ചേക്കുന്നത്. ഇത് നമുക്കതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ എല്ലാം വറുത്ത പൊടികളാണ്, അതുകൊണ്ട് തന്നെ ഒരുപാടിട്ട് വറുത്താൽ ചിലപ്പോൾ കരിഞ്ഞു. അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ മസാലകളെല്ലാം ചേർത്ത് ഇളക്കി വെച്ചേക്കുന്ന ചിക്കൻ, ഞാൻ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഇട്ട പൊടികളല്ലാതെ ഇട്ടതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് യോജിപ്പിച്ച് വെച്ചേക്കുന്ന ചിക്കനാണ്. അത് നമുക്ക് ഈ മസാലയിലോട്ടിട്ട് ഒന്ന് ഇളക്കി മസാലയെല്ലാം പുറമേ ഒന്ന് ആക്കി എല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം. ഇപ്പം നല്ലപോലെ ഇളക്കി അടിയിൽ മസാലകളെല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് നേരം ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് തുറന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടിയിൽ നിന്നെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിയെടുത്ത് ചിക്കൻ കഷ്ണങ്ങളെല്ലാം മേലോട്ടാക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ മസാല ഇട്ട് കലക്കി വെച്ചേക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേറെ ഒന്നും പൊടിയില്ല, ചിക്കൻ മസാല ഇട്ട് കലക്കി. ഞാൻ ഈ ചിക്കനകത്തും ഉപ്പ് ചേർത്തിട്ടാണ് ഇളക്കിയിരുന്നത്. സവാള വഴട്ടാനും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. നമുക്ക് പിന്നെ വെന്തതിന് ശേഷം കറിയൊന്ന് കുറുകിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നമ്മൾ മസാല വെള്ളം എല്ലാം ചേർത്തിട്ടുണ്ട്, ചിക്കൻ മസാല ഇട്ടിരുന്ന വെള്ളമാണത്, അതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരുപാടിട്ട് ഇളക്കുന്നില്ല, ഒരുപാടിട്ട് ഇളക്കിയത് പൊടിഞ്ഞു. അതുകൊണ്ട് നമുക്ക് കുറച്ച് എല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് കറക്റ്റ് നല്ല തീയിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തീയിട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒന്ന് തിളച്ച് വെന്ത് വരും. അപ്പോൾ നമുക്കത്
എല്ലാ ഭാഗത്തേക്കും കുറച്ച് തീയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നല്ലതുപോലെ എല്ലാ ഭാഗവും വെന്ത് വരും. അതിനായിട്ട് നമുക്ക് അതൊന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ച് കറി നല്ലപോലെ ഒന്ന് പരുവാവാറായിട്ടുണ്ട്. വറ്റിയിട്ടില്ല, നല്ലപോലെ വറ്റിക്കുന്നില്ല. ഇപ്പോൾ കറി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യണം. നല്ല അടിപൊളി വിറകടുപ്പിലെ ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഉപ്പൊന്നും ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ.